നന്മ ആഗ്രഹിക്കുന്നവനെ നന്മ പ്രവർത്തിക്കാനാവൂ. തനിക്കും സഹചർക്കും നന്മ വരുവാൻ ആത്മാർത്ഥമായി അഭിലഷിക്കുന്നവൻ സാഹചര്യം ലഭിക്കുമ്പോൾ നന്മ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രതിബന്ധങ്ങൾ എത്ര ശക്തമായാലും സാഹചര്യങ്ങൾ എത്രമാത്രം കഠിനമായാലും നന്മ വിജയിച്ച് കാണുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാന്തപുരത്തിന് ഒരു ബിഗ് സല്യൂട്ട് എന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്യുകയുണ്ടായി. അത് ചെയ്യുവാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ ചാനലുകളിലും റിപ്പോർട്ടുകളിലും എല്ലാം കാണുവാനുണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ അവന്റെ സ്ഥാനത്ത് നിന്നും ഇല്ലാതാക്കാം എന്ന് ഉള്ള ഒരാലോചനയിൽ മണിക്കൂറുകൾ എടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 24 വാർത്ത വെച്ചപ്പോൾ ഈ ഒരു വാർത്ത എനിക്ക് ലഭിക്കുകയുണ്ടായി കാന്തപുരത്തിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഞാൻ മറ്റുള്ള ചാനലുകളെല്ലാം വീണ്ടും തുറന്നു നോക്കി, ഇതിന്റെ ബാക്കി വാർത്ത എന്തെങ്കിലും ഉണ്ടോ, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ. ഒറ്റ ചാനലുകളിലും ഇതിനെക്കുറിച്ച് ഒന്നും കാണുവാൻ പറ്റിയില്ല. വൈകുന്നേരമായപ്പോൾ വക്കീല് കേസ് കൊടുത്തതോ അത് പിൻവലിച്ചതോ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ന്യൂസും കൂടെ മാത്രം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താണെങ്കിലും ഈ വ്യക്തി ചെയ്ത കാര്യം ലോകം അറിഞ്ഞേ പറ്റൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇത് ചെയ്യുവാനായിട്ട് ആരംഭിച്ചത്. ഇപ്പോൾ വീണ്ടും ഈ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാല്, ഇതിനകത്ത് വന്ന ഒരു കമന്റിനെ ആസ്പദമാക്കിയിട്ട് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയായിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസം 16-ാം തീയതി നിമിഷപ്രിയ യമനിൽ വധിക്കപ്പെടുമെന്നുള്ള ഒരു വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. ആ വാർത്തയെ ഉറ്റുനോക്കിക്കൊണ്ട് അവളുടെ മോചനത്തിനായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന നിമിഷങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നപ്പോൾ തലേ ദിവസം കേൾക്കുകയാണ് എല്ലാ നയതന്ത്ര ബന്ധങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് അറ്റോർണി ജനറൽ കോടതിയിലൊക്കെ പറയുകയുണ്ടായി. ഇനി എന്ത് നാളെ പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് എന്നുള്ള വളരെ വിഷമത്തോടുകൂടിയും ചങ്കിടിപ്പോടുകൂടിയും കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ബഹുമാന്യനായ കാന്തപുരം ഇതിനകത്ത് ഇടപെടുന്നത്. അപ്പോൾ അവിടേക്ക് കടന്നു വന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ മകന് ചാണ്ടി ഉമ്മന് ആണെന്നൊക്കെ വാർത്തകളിൽ കേട്ടതാണ്. അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തെ ബോധിപ്പിക്കുകയും ഇതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത്. ചാണ്ടിയുമ്മൻ ശ്രീ കാന്തപുരത്തിനെ കാണാൻ വരണമെങ്കിൽ ആ ചാണ്ടിയുമ്മന് വിവേകം ഉദിച്ചത് കൊണ്ടായിരിക്കാം. ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് ആ സമയം അവന്റെ മനസ്സിൽ ബോധ്യപ്പെടുകയോ ഈ കാന്തപുരവുമായിട്ട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നിർണായകമായ നിമിഷങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് ചാണ്ടിയുമ്മൻ ക്രെഡിറ്റിന് വേണ്ടി നോക്കിയോ ഇങ്ങനെയൊക്കെ വാർത്തക്കാരോരോന്നൊക്കെ ചോദിച്ചും പറഞ്ഞുമൊക്കെ വരുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് ഒരുപക്ഷെങ്കിൽ ക്രെഡിറ്റ് അന്വേഷിച്ച് കാണുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കുകയാണ് ഈ ബഹുമാന്യനായ ശ്രീ AP അബൂബക്കർ മുസ്ലിയാറിന്റെ ഇടപെടൽ വഴിയായിട്ട് വധശിക്ഷ മാറ്റിവെച്ചുവെന്ന് ലോകം വലിയ അത്ഭുതത്തോടെ തന്നെ കാണുകയായിരുന്നു. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിച്ചു, ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഇത് എങ്ങനെ സാധ്യമായി എന്നൊക്കെ ഉള്ളത്. ഈ ഒരു കാര്യം ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ഇത് താങ്കൾക്ക് എങ്ങനെ ഇത്രയും വേഗത്തിൽ സാധ്യമാക്കുവാനായിട്ട് സാധിച്ചു, ഇതെങ്ങനെ ചെയ്യാൻ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ബഹുമാന്യനായ കാന്തപുരം പറയുകയാണ്, പേര് പോലെ തന്നെ നിമിഷപ്രിയ എന്ന പേര് പോലെ തന്നെ നിമിഷ നേരം കൊണ്ട് ഇത് സാധ്യമാക്കിയെന്ന്. സ്വന്തമായിട്ട് ക്രെഡിറ്റ് എടുക്കുവാനുള്ള ഒരു പ്രവൃത്തിയായിരുന്നുവെങ്കിൽ ഒരിക്കലും നിമിഷപ്രിയ എന്ന ആ പെണ്ണിനെയോ അവളുടെ പേരോ അവിടെ എടുത്തു പറഞ്ഞ് ആ പേര് പോലെ തന്നെ നിമിഷം കൊണ്ട് സാധിച്ചുവെന്ന്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു ക്രെഡിറ്റിനും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതിനുവേണ്ടി ഒരിക്കലും പ്രവർത്തിച്ചതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഒറ്റ വാക്കിൽ നിന്ന് മനസ്സിലാകും. അപ്പൊ ഈ കമന്റ് വന്നപ്പോൾ ഈ കാര്യം ഒന്നുകൂടെ എടുത്തു പറയുക എന്നുള്ളത് എന്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനും ഇവിടെ പറയുകയായിരുന്നു. അദ്ദേഹം ഒരു ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, അതുപോലെ ലിംഗവ്യത്യാസങ്ങൾ നോക്കിയിട്ടില്ല.
ഒന്നും നോക്കാതെ ഈ കാലഘട്ടത്തിലെ ജാതിവെറിയും അതുപോലുള്ള ഒത്തിരി സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്നും നോക്കാതെ മനുഷ്യജീവന്റെ മഹത്തായ വിലയെക്കുറിച്ച് മാത്രം മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇടപെട്ടത്. അപ്പം അദ്ദേഹത്തിന്റെ ഇടപെടല് ലോകം നോക്കിക്കണ്ടത് വളരെ അത്ഭുതത്തോടു കൂടി തന്നെയാണ്. ഇതിനു മുമ്പ് ശ്രീ കാന്തപുരത്തിനെ മീഡിയകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പല വിവാദങ്ങളുടെ പേരില് മീഡിയകൾ ഘോരഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെയാണ്. എന്തെങ്കിലും ഈ വ്യക്തി ആരെന്നോ അല്ലെങ്കിൽ അധികം മാത്രം ശ്രദ്ധിക്കാനോ ശ്രദ്ധ കൊടുക്കാനൊന്നും ഞാനും പോയിട്ടില്ല. എന്താണ് വാർത്തയെന്നോ ഒന്നും നമ്മൾ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് അതിനെ ശ്രദ്ധിച്ചുമില്ല. പക്ഷേങ്കിൽ ഈ കമന്റുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുകയായിരുന്നു ഈ വ്യക്തിയെ ഈ ഒരു നന്മ പ്രവൃത്തിയല്ല ചെയ്തത്. ഒത്തിരി നന്മ പ്രവർത്തികൾ സമുദായത്തിലും അതിന് വെളിയിലായിട്ടുള്ള ജനങ്ങൾക്കും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണെന്നും ആ വ്യക്തി മുഖാന്തരം ആ സമൂഹത്തിനും കേരള ജനതയ്ക്കും ഒക്കെ എത്രമാത്രം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നും ഒക്കെ പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ വിവാദങ്ങളിൽ മാത്രം ഒരു മനുഷ്യനെ ഇങ്ങനെ ഉൾപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കാതെ നന്മ ചെയ്യുമ്പോഴും അത് ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നാം ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കമന്റിനകത്ത് കേൾക്കുകയുണ്ടായി, ശ്രീ കാന്തപുരം പറഞ്ഞാൽ സത്യമാണ്, അത് സംഭവിച്ചിരിക്കും. ഇനി നിമിഷപ്രിയയെ വധിക്കുകയില്ല. ഇനിയുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യേണ്ടതുപോലെയൊക്കെ ചെയ്യട്ടതെന്ന്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു ക്രാന്തദർശിയായ നേതാവിന്റെ കഴിവാണ്. താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുവാനായിട്ടുള്ള ഒരു ഔത്സുക്യം എന്ന് പറയുന്നത്. ഇതിന് മുമ്പുള്ള വിവാദ വീഡിയോകളിലൊക്കെ ആണെങ്കിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, താൻ പറഞ്ഞ കാര്യങ്ങള് സത്യമാണെങ്കിൽ അത് നടപ്പിൽ വരുത്തിയതായിട്ടും ശ്രദ്ധിക്കുവാനായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ജന്മമെന്ന് പറയുന്നത് തന്നെ സഹജീവികൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അത് അദ്ദേഹം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. വളരെയധികം ആത്മജ്ഞാനവും പാണ്ഡിത്യവുമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. തനിക്ക് ക്രെഡിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ മാത്രം സംസാരിക്കുന്ന ഒരാളല്ല എന്ന് ലോകം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഈ നിമിഷപ്രിയയുടെ കാര്യത്തില് ഇടപെട്ടത് സ്നേഹമെന്ന അത്യുദോത്തമായ ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വാക്കിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് അത് കരുണയും ക്ഷമയുമാണ്. ഇപ്പം തലാലിന്റെ കുടുംബവുമായിട്ട് അദ്ദേഹം സംസാരിച്ച് ആ നിമിഷപ്രിയയ്ക്ക് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് അവരിൽ നിന്നുള്ള കരുണയും അതുപോലെ തന്നെ ക്ഷമയുമാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ലോകം മുഴുവനും അങ്ങനെ കരുണയുടെയും സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഒരു പാതയിലൂടെ നടന്നു പോകുവാനായിട്ടുള്ള വലിയ ഒരു മാതൃകയാണ് ആ മഹത് വ്യക്തി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഭാരതീയരായ നമ്മുടെയൊക്കെ സിരകളില് അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ആശയമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത്. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും സമാധാനവും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ എന്നുള്ളതാണല്ലോ. എങ്കിൽ നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ചിന്തകളും ഒക്കെ മറ്റൊരു മനുഷ്യന് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് പ്രോത്സാഹനം നൽകുന്നതും ജീവൻ നൽകുന്നതും സ്നേഹം നൽകുന്നതും അവരെ ചേർത്ത് പിടിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമായി തീരുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടുള്ള ഒരു മനോഭാവവും വിവാദങ്ങളിൽ മാത്രം തലകുത്തി മറിയുന്നവരായി തീരാതെ കുറച്ചൊക്കെ ഈ കേരള ജനതയെ ഒക്കെ പടുത്തുയർത്താനായിട്ടൊക്കെ ഉള്ള ഒരു ബോധമുള്ളവരായിട്ട് നമുക്ക് ഭാവിയിലേക്ക് മാറാന് ഈ ഒരു സംഭവം നമുക്ക് ഒത്തിരി ഉൾപ്രേരണ നൽകുന്നതായിട്ട് ഞാനിവിടെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിർത്തട്ടെ.